إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين. ഏറ്റവും ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഏറ്റവും നല്ല സൂക്ഷ്മതയോടെ നിലനിർത്തി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ ലോകത്ത് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പം അള്ളാഹുവിനെ പരിപൂർണമായി തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനും ഈ ലോകത്തു നിന്ന് വിട പറയുന്ന നമ്മുടെ അവസാനത്തെ സമയം അള്ളാഹു നമ്മെ തൃപ്തിപ്പെട്ടുകൊണ്ട് വിട പറയുവാനുമുള്ള മഹാ തൗഫീഖിനായി സദാ പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മയും ചേർക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിന്റെ അതിന്റെ ഏറ്റവും പവിത്രമായ അവസാനത്തെ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ ആവേശത്തോടെ കാത്തിരുന്ന പരിശുദ്ധ റമദാൻ അതിൻ്റെ വളരെ പവിത്രമായ ദിനരാത്രങ്ങൾ അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പരിശുദ്ധ റമദാനിൽ നമ്മൾ നിർവഹിച്ച നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് നാളെ മഹ്ശറ വൻസഭയിൽ നമുക്ക് ഏറ്റവും അനുകൂലമാകുന്ന സൽക്കർമ്മങ്ങളായി അല്ലാഹു നമ്മളിൽ നിന്നും കബൂലാക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാനിന്റെ അവസാനത്തെ പത്തിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിന്റെ മുമ്പിൽ തുറന്നു പറഞ്ഞു കൂടുതൽ പ്രാർത്ഥനകൾ കൊണ്ട്
ഈ ദിവസങ്ങളെ ഉപയോഗപ്പെടുത്തണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയതാണ്. നമുക്ക് പറയാനുള്ളത് മുഴുവനും റബ്ബിന്റെ മുമ്പിൽ പറയാൻ പറ്റുന്ന സമയങ്ങളാണ് ബാക്കിയായിട്ട് ഉള്ളത്. ഒന്നും നഷ്ടമാവരുത്, എല്ലാം അല്ലാഹുവേ നീ സ്വീകരിക്കണമേ എന്ന് നിരന്തരമായിട്ട് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾ നിർവഹിക്കുമ്പോഴും അല്ലാഹുവിനോട് ആവശ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കണം. റബ്ബനാ തഖബ്ബൽ മിന്നാ എന്ന പ്രാർത്ഥന, അല്ലാഹുവേ എന്നിൽ നിന്ന് സ്വീകരിക്കണമേ, ഞങ്ങളിൽ നിന്നും ഇത് സ്വീകരിക്കണമേ എന്നുള്ള പ്രാർത്ഥനകൾ ഈ സമയങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടി നിർവഹിക്കപ്പെടേണ്ടതാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തു ആല ഇംറാനിലെ അതിന്റെ 133, 134 മുതലുള്ള ഏതാനും ആയത്തുകൾ, 135, 136 ആയത്തുകളോട് ചില കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല വളരെ കൃത്യമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വളരെ ശ്രദ്ധേയമായ ആയത്തുകളാണ്. നമുക്ക് ഈ ബാക്കിയുള്ള സമയത്ത് നമ്മുടെ ആരാധനകൾക്ക് ഒരു ആത്മീയമായിട്ടുള്ള കൂടുതൽ അതിന്റെ ഒരു ചൈതന്യം ലഭിക്കുന്നതിന്, ആത്മീയത വളരെ കൃത്യമായി നമ്മുടെ ഹൃദയത്തിന് അനുഭവപ്പെടുന്ന തരത്തിൽ ഏതാനും ചില കാര്യങ്ങൾ അല്ലാഹു നമ്മളുടെ ശ്രദ്ധയിലേക്ക് പറഞ്ഞു തരികയാണ്. ആകാശ ഭൂമികളെക്കാൾ വിശാലമായിട്ടുള്ള ആ സ്വർഗീയ ലോകത്തേക്ക് ധൃതിയിൽ മുന്നിട്ടു വരിക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളോട് പറയുന്നത്. ഈ ഭൂമി ലോകത്ത് നമ്മൾ ജീവിച്ച സമയത്ത് നമ്മുടെ ജീവിതത്തെ സൂക്ഷ്മതയോടുകൂടിയാണ് നമ്മൾ നിർവഹിച്ചിട്ടുള്ളത് എങ്കിൽ തീർച്ചയായിട്ടും അല്ലാഹു നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത് സ്വർഗീയ ലോകമാണ്. ആ സ്വർഗീയ ലോകത്തെ കുറിച്ച് അല്ലാഹു പറഞ്ഞത്, അതിന്റെ വിശാലതയെ പറഞ്ഞത് ആകാശഭൂമികളെയോളം വിശാലമായ സ്വർഗമെന്നാണ്. എത്രയായിരിക്കും അതിന്റെ വിശാലത? ആ വിശാലതയെ കുറിച്ച് അങ്ങനെയാണ് അല്ലാഹു നമുക്ക് പറഞ്ഞു തന്നത്. അതിന്റെ വിശാലത, ആ സ്വർഗീയ ലോകം അല്ലാഹുവിനെ ആരാധിക്കുന്നവർക്ക് അല്ലാഹു ഒരുക്കി വെച്ചതാണ്. സൂക്ഷ്മത പാലിക്കുന്നവർക്ക്, ഹൃദയശുദ്ധിയുള്ളവർക്ക്, അവരുടെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ കൊണ്ട് ആ സ്വർഗം നേടാൻ കൃത്യമായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തിയവർക്ക് എന്നൊക്കെ പരിശുദ്ധ ഖുർആനിൽ പല സന്ദർഭങ്ങളിൽ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഈ പരിശുദ്ധ റമദാനിൽ അതിന്റെ പകൽ സമയം നമ്മൾ നോമ്പുകാരായിട്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നതും അല്ലാഹുവേ ആ സ്വർഗം ഞങ്ങൾക്ക് ലഭിക്കണമേ എന്നതാണ്. വിജയികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ചേർക്കണമേ, അല്ലാഹുവേ നഷ്ടക്കാരിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമേ. ഇതൊക്കെയും സ്വർഗം ലഭിക്കുവാനുള്ള നമ്മുടെ സൂക്ഷ്മതയുടെ പ്രാർത്ഥനകളാണ്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള പാപമോചനവും. അപ്പോൾ നമ്മളുടെ പ്രവർത്തനത്തിൽ, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്നതിനെ കുറിച്ച് നമുക്കറിയാം, നമുക്ക് നല്ല ബോധ്യമുണ്ട്. അത് മുഴുവനും റബ്ബിന്റെ മുമ്പിൽ എടുത്തു പറയാം. എന്തു തന്നെ പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും അല്ലാഹുവിന്റെ മുമ്പിൽ പറഞ്ഞ് പശ്ചാത്തപിച്ച് ആ പാപങ്ങളിൽ നിന്ന് മുക്തി നേടുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും നല്ല ക്വാളിറ്റി. അടുത്ത ആയത്തിൽ അതൊന്നുകൂടി അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ആ റബ്ബിലേക്ക് മടങ്ങുവാൻ നിങ്ങൾ ധൃതിപ്പെട്ട് മുന്നോട്ട് വരിക എന്നതാണ്. കാത്തു നിൽക്കേണ്ടതില്ല, കുറച്ചും കൂടിയൊക്കെ കഴിയട്ടെ എന്ന് വിചാരിക്കേണ്ടതില്ല, ഹജ്ജിന് പോകാനുള്ള സമയമൊക്കെ ആവട്ടെ എന്ന് വിചാരിക്കേണ്ടതില്ല. അങ്ങനെയാണ് പലപ്പോഴും പല ആളുകളും. നിസ്കാരമൊക്കെ ഒന്ന് തുടങ്ങണം, ഏതായാലും അതിന് സാധിച്ചിട്ടില്ല, ഇനിയിപ്പോ ഏതായാലും ഈ കൊല്ലത്തെ ഹജ്ജിന് പോവാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഹജ്ജ് കഴിഞ്ഞ് വരുന്നതോടുകൂടി ഇതിനൊക്കെ ഒരു രൂപം ഉണ്ടാവണം എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ചില അവധികൾ വെക്കാറുണ്ട് മനുഷ്യർ. ഹജ്ജിന് പോകുമ്പോഴാണ് ആളുകളോടൊക്കെ പൊരുത്തപ്പെടിക്കുക, അങ്ങനെ ഒരു ചടങ്ങായി നിൽക്കുന്നുണ്ട്. ഇതിന്റെ ഒക്കെ മർമ്മം അറിഞ്ഞുകൊണ്ടൊന്നുമല്ല ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്താണോ പാളിച്ചകൾ വരുന്നത് അത് ബോധ്യപ്പെട്ടാൽ ഉടനെ ആ റബ്ബിന്റെ മുമ്പിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങണം. അതിന് അവധിയില്ല, അതിനൊരു സമയം വരെ കാത്തിരിക്കേണ്ടതില്ല. കാരണം ആ അവധി വരെ നമ്മൾ ഉണ്ടാകുമോ എന്നത് നമുക്ക് ആർക്കും അറിയില്ല. എപ്പോഴാണ്, ഇന്ന് ജുമുഅ കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് എത്തുമോ നമുക്ക് ആർക്കും അറിയില്ല. അതിനിടയിൽ ഒരു പക്ഷെ റബ്ബിന്റെ തീരുമാനം വന്നെത്തിയിട്ടുണ്ടാവാം.
നമ്മൾ എത്തേണ്ടുന്ന സ്ഥലത്തേക്ക് മലക്കുൽ മൗത്ത് അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും. എവിടെയാണോ നമ്മുടെ മരണം അള്ളാഹു നിശ്ചയിച്ചത് അവിടെ ഉണ്ടാകും. അവിടേക്ക് നമ്മൾ അങ്ങോട്ട് എത്തും. അതാണ് അതിന്റെ കണക്ക്. അപ്പൊ ആ സമയം എങ്ങനെയാണ് എന്ന് അറിയാൻ അള്ളാഹു നമുക്ക് ഒരു പഴുതും തന്നിട്ടില്ല, ആർക്കും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കാത്തിരിക്കേണ്ടതില്ല. നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളുടെ കാര്യങ്ങളൊന്ന് ആലോചിച്ച് റബ്ബിന്റെ മുമ്പിൽ പറയാനുള്ളത് പറയാൻ നിങ്ങൾ ധൃതി കാണിച്ചുള്ളൂ എന്നാണ് ഈ ആയത്തിലൂടെ അല്ലാഹു പറയുന്നത്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്നത്തിൻ അർളുഹാ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. അല്ലാഹു ഭക്തന്മാർക്കായി തയ്യാറാക്കിയതാണ് ആ സ്വർഗീയ ലോകം. അതുകൊണ്ട് നിങ്ങളുടെ ദാതലിൽ നിന്നുള്ള പാപമോചനവും ആ വിശാലമായ ആകാശഭൂമികളോളം വിശാലമായ സ്വർഗവും നേടാനായി ധൃതിയിൽ നിങ്ങൾ മുന്നിട്ടിറങ്ങുക, മുന്നോട്ട് വരിക എന്ന് അല്ലാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നത് അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വൽളുറാഇ والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. ധന്യതയിലും ദാരിദ്ര്യത്തിലും ധനം ചെലവഴിക്കുന്നവരും. അപ്പൊ നമുക്ക് സാമ്പത്തികമായിട്ട് കുറച്ചൊക്കെ തരക്കേടില്ല, നമ്മുടെ കാര്യങ്ങളൊക്കെ അൽഹംദുലില്ലാ നന്നായിട്ട് നടക്കുന്നുണ്ട്. ഇനി ദാരിദ്ര്യമാണ്, കുറച്ചൊക്കെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത് രണ്ടും മനുഷ്യരിൽ സമ്മിശ്രമായിട്ട് ഉണ്ടാകുന്ന ഒന്നാണ്. അങ്ങനെ സംഭവിക്കും. ഇത് രണ്ടും അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. ദാരിദ്ര്യം അള്ളാഹു എന്നുള്ള പരീക്ഷണമാണ്, സമ്പന്നതയും അള്ളാഹു എന്നുള്ള പരീക്ഷണമാണ്. അത് രണ്ടും നമുക്ക് ബോധ്യം വേണം. അപ്പൊ സമ്പന്നമായ ഒരു സാഹചര്യത്തിലും അള്ളാഹു നൽകിയതിൽ നിന്ന് നമുക്ക് ചെലവഴിക്കാൻ കഴിയണം. ഇനി ദാരിദ്ര്യമാണ്, ഇങ്ങനെ കഷ്ടിച്ചാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്, അപ്പോഴും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ കാണിക്കുന്ന ആ ഒരു മനസ്സിനെ, അതിനെയാണ് അള്ളാഹു ഇവിടെ ആ ഒരു തരത്തിൽ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നത്. ധന്യതയിലും ദാരിദ്ര്യത്തിലും ചെലവഴിക്കുന്നവരും. ഇനി അടുത്തതിന്റെ ഒരു കാര്യം അതിനോടൊപ്പം പറഞ്ഞത്, നിങ്ങൾക്ക് ദേഷ്യം വരുന്ന സമയത്ത്, കോപം വരുന്ന സമയത്ത് അത് സ്വയം നിയന്ത്രിക്കാൻ സാധിക്കുന്നവർ. ദേഷ്യം വരുന്ന സമയത്ത് എടുത്തുചാടി ആ ദേഷ്യത്തിനൊപ്പം പ്രവർത്തിക്കാതെ അവിടെ നിങ്ങൾ ക്ഷമാലുക്കളായി സ്വയം ആ കോപത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നവരുമായ ആളുകൾ, അതുപോലെ തന്നെ ജനങ്ങളോട് വിട്ടുവീഴ്ച കാണിക്കുന്നവരും സൽസ്വഭാവികളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പ്രത്യേകം പറയുന്നത്, ജനങ്ങളോട് വിട്ടുവീഴ്ച കാണിക്കുക എന്ന് പറയുമ്പോൾ നമ്മളവിടെ വിട്ടുവീഴ്ച ചെയ്താൽ അതാണ്ട് അവസാനിക്കും. നമ്മളെന്ത് ചെയ്യുന്നറിയോ? തെറ്റ് ഓന്റെ അടുത്താണല്ലോ, അവന്റെ അടുത്താണല്ലോ പ്രശ്നം. അതുകൊണ്ട് ഓൻ തന്നെ പരിഹരിക്കട്ടെ. നമ്മൾ പരിഹരിച്ചാൽ തീരുന്നതാണ്, നമുക്ക് വിട്ടുകൊടുത്താൽ ഒഴിവാക്കിയാൽ അവസാനിക്കുന്നതാണ്. പക്ഷെ അത് അവസാനിപ്പിക്കാതെ അവനല്ലേ തെറ്റുകാരൻ എന്ന് പറഞ്ഞ് ആ പ്രശ്നത്തെ ലൈവായിട്ട് നിർത്തുക, അത് പാടില്ല എന്നല്ല പറഞ്ഞത്. എന്തു പ്രശ്നങ്ങളുണ്ടെങ്കിലും ഉടനെ പറഞ്ഞു തീർത്താളേ, അതാണ്ട് ഒഴിവാക്കി കൊടുത്താളേ, അതുമായിട്ട് നടക്കണ്ട. കാരണം ഒരു പക്ഷെ നിങ്ങൾക്ക് അത് ഒഴിവാക്കാൻ പറ്റുന്നതിന് മുമ്പ് നിങ്ങൾ മടങ്ങേണ്ടി വരും, പോകേണ്ടി വരും, സമയം അവസാനിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ ഈ ഓർമ്മ, നമ്മുടെ ഈ ശരീരം, നമ്മുടെ ഈ ആരോഗ്യം, ഇതിനൊക്കെ ഒരു പക്ഷെ മാറ്റം വരാം. നമുക്ക് പിന്നെ എത്ര ആലോചിച്ചാലും പുറത്തു കൊടുക്കാൻ പറ്റിയെന്ന് വരൂല. അങ്ങനെയാണ് പല സംഭവങ്ങളും, നമ്മൾ നമ്മുടെ മുമ്പിൽ കാണുകയാണ്. ഒരു ചെറിയ ഒരു സ്ഥലം കുറച്ചും കൂടി ആണ്ട് വിട്ടുകൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാഹനം ഒന്ന് അവരുടെ വീട്ടിലേക്ക് എത്താൻ പറ്റും. അതിന് അവർ വേണമെങ്കിൽ എന്തെങ്കിലും പരിഹാരവും തരും, അവരെ കൊണ്ട് കഴിയുന്ന പോലെ. പക്ഷെ വിട്ടുകൊടുക്കൂല. എത്ര ഉണ്ടെന്നറിയോ? എത്ര ആളുകൾ അതിന്റെ വിഷമം പറഞ്ഞിട്ടുണ്ടെന്നറിയോ? എന്നിട്ട് ഈ ദുനിയാവൊന്ന് മരിച്ചു പോയാലോ ഈ പ്രശ്നം അതവിടെ അങ്ങനെ കിടക്കും മക്കളായിട്ട്. ഇനി അത് തീരുവോ? കൊടുക്കാൻ അതിന് അവകാശമുണ്ടായിരുന്ന, കൊടുക്കാൻ പറ്റുന്ന ആള് കൊടുത്തില്ല, പിന്നെ ഇനി അടുത്ത തലമുറ കൊടുക്കൂല. അതങ്ങനെ വലിയ പ്രശ്നമാവും. ഈ മനുഷ്യനെങ്ങാനും അത് ചെയ്തു വെച്ചു പോയിരുന്നെങ്കിലോ അദ്ദേഹത്തിന് അത് വലിയൊരു പുണ്യമായി. എത്ര ആളുകൾ അത് ഉപയോഗിക്കുന്നോ അത്രയും കാലം ഒരു ദുആ, ഒരു പ്രാർത്ഥന അദ്ദേഹത്തിന് അങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കും. അതാണ് ദുനിയാവിൽ മനുഷ്യർക്ക് ഉപകാരമാകുന്ന കാര്യങ്ങൾ ചെയ്തു വെക്കുക. അത്തരം കാര്യങ്ങളിൽ നമ്മുടെ ശ്രദ്ധയുണ്ടായിരിക്കുക എന്ന് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ആളുകളോടുള്ള പ്രശ്നങ്ങൾ അത് ഏതു മേഖലകളിലാണെങ്കിലും അത് നീട്ടിവെക്കരുത്.
നിങ്ങളത് പറഞ്ഞു തീർക്കണം, അത് ഒഴിവാക്കി കൊടുക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ പറയാണ്. ഇനി തൊട്ട് ആ അടുത്ത ആയത്തിൽ ഒരു കാര്യം കൂടി പറയുന്നത്, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിഷതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ് വലം യുസിറൂ അലാ മാ ഫഅലൂ വഹും യഅലമൂൻ. ഇവിടെ ഒന്നുകൂടി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ്. തുടരെ ഈ കാര്യങ്ങൾ അള്ളാഹു പറഞ്ഞു തരുമ്പോൾ അതിന് വലിയ പ്രാധാന്യമുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിന്റെ നമ്മുടെ ഈ വായനയുടെ ഒരു പ്രത്യേകത തന്നെ അതാണ്. അതുകൊണ്ടുള്ള പല ആളുകളും, മുസ്ലിങ്ങളല്ലാത്ത പല ആളുകളും ഖുർആനിനെ വായിക്കുമ്പോൾ അവർക്ക് ഇതിൽ അത്ഭുതം തോന്നാൻ കാരണം ആ വായനയിൽ ഒരു പ്രത്യേകത ഉണ്ട് എന്നാണ്. അങ്ങനെയാണ് അവർ പറയുന്നത്. വല്ലാത്തൊരു അത്ഭുതമാണത്. ഒരു കാര്യം പറയുമ്പോൾ അടുത്ത് തന്നെ അതിന്റെ കുറച്ചും കൂടി ഒരു വിശദീകരണം ഉണ്ടാവും, അല്ലെങ്കിൽ കുറച്ചും കൂടി മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ഭാഗം ഉണ്ടാവും, അല്ലെങ്കിൽ അടുത്ത് തന്നെ വേറെ ഒരു കാര്യത്തെ, ഇതിനോട് നമുക്ക് കൂടുതൽ ആത്മീയത ലഭിക്കാൻ പറ്റുന്ന കാര്യത്തെ അള്ളാഹു ഓർമ്മപ്പെടുത്തി തരും. ഇങ്ങനെയൊക്കെയാണ് ഈ ഖുർആനിന്റെ ആയത്തുകളുടെ ഒരു അത്ഭുതമുള്ളത്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ പരിശുദ്ധ റമദാൻ, ഓരോ വർഷവും റമദാൻ കടന്നു വരുമ്പോ ഒരുപാട് ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനൊരു കാരണം എന്താണെന്നറിയോ? മുസ്ലിങ്ങൾ കാണിക്കുന്ന ഈ റമദാനിനോട് കാണിക്കുന്ന ആദരവ്, അതിനോട് കാണിക്കുന്ന ബഹുമാനം, അതിനോട് കാണിക്കുന്ന ഒരു വല്ലാത്ത ഒരു ഇഷ്ടം, പട്ടിണി കിടക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക, അതൊരു വല്ലാത്ത ഒരു അനുഭൂതിയായിട്ട് റമദാനാണ് എന്ന ആ ഒരു വല്ലാത്ത ഒരു സുഖകരമായിട്ടുള്ള ഒരു അവസ്ഥയെ മറ്റുള്ള ആളുകൾ നോക്കിക്കാണുക. എന്തായിരിക്കും ഇതിന്റെ കാരണം? അവർക്കൊന്നും ആലോചിക്കാൻ തന്നെ പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഒരു ഹൈന്ദവ കുടുംബത്തിൻ്റെതാണ്. ആ വീട്ടില് അവിടുത്തെ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവരും നോമ്പെടുത്തിട്ടുണ്ട്. എന്നിട്ട് അവര് പറയാ, കുറച്ച് കഴിഞ്ഞപ്പോ ഭയങ്കര തലവേദന സഹിക്കാൻ കഴിയുന്നില്ല. ഇതിങ്ങനെ പുലർച്ചെ സമയം മുതൽ സാധാരണയായിട്ട് എന്തെങ്കിലും ഇങ്ങനെ കഴിച്ചും കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഈ നോമ്പിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ അവർക്കുണ്ടായ ഒരു അനുഭവം പറയാ. അവരുടെ വീട്ടിൽ അടുക്കളയിൽ ആവശ്യത്തിനുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും അവർ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറയാം. അവിടെ ഇരിക്കുന്നുണ്ട്, ഞങ്ങൾ കഴിക്കൂല, ഇതൊന്ന് അനുഭവിക്കാൻ വേണ്ടിയിട്ട്. എന്താണ് ഈ മുസ്ലിം ഉമ്മത്ത് ഇതിന് ഇത്ര ആവേശത്തോടു കൂടിയിട്ട് താല്പര്യത്തോടു കൂടി കാത്തിരിക്കുമ്പോ എന്താണ് ഇതിന്റെ ഒരു അതത് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് ശരിക്കും അനുഭവിക്കണമെങ്കിൽ അള്ളാഹുവിലുള്ള വിശ്വാസം ഉണ്ടായിരിക്കണം. അപ്പോഴാണ് റമദാൻ നമുക്ക് ആവേശമാകുന്നത്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ രണ്ട് സന്തോഷമുണ്ട്. റബ്ബേ, ഓരോ ദിവസവും നോമ്പ് തുറക്കുമ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ആ ഒരു വർത്തമാനത്തെ എന്തൊരു ഇഷ്ടത്തിലാണ് നമ്മൾ ഓർക്കുന്നത്. കാരണം തുറക്കാനായി കഴിഞ്ഞാൽ, ആ സമയമായി കഴിഞ്ഞാൽ ആവശ്യത്തിന് നമുക്ക് വേണ്ടുന്ന വിഭവങ്ങൾ നമ്മുടെ അടുത്തുണ്ട്. ഇനി അത് കഴിക്കാനുള്ള സമയമായി, അതാണ് ഒരു സന്തോഷം. പിന്നെ നമ്മൾ കാത്തിരിക്കണ്ട, ആ സമയമായാൽ അത് കഴിക്കാം. ഇനിയോ രണ്ടാമത്തെ സന്തോഷം അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം എന്നാണ്. ആ പടച്ച തമ്പുരാന്റെ കോടതിയിൽ നിൽക്കുമ്പോഴുള്ള സന്തോഷം. അവര് നോമ്പുകാരന്റെ രണ്ട് സന്തോഷം, ഒന്ന് ദുനിയാവിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും, രണ്ടാമത്തതൊന്ന് ഇൻഷാ അള്ളാഹുവിന്റെ കോടതിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആ വൻ സഭയിൽ മഹ്ശറിൽ അള്ളാഹു നമുക്ക് നൽകുന്ന ആദരവ്. അതിനെക്കുറിച്ച് ധാരാളം പറഞ്ഞു അള്ളാഹ്. അപ്പൊ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വല്ല നീചകൃത്യവും വല്ല തെറ്റും ചെയ്യുകയോ തങ്ങളോട് തന്നെ എന്തെങ്കിലും അക്രമം കാണിക്കുകയോ ചെയ്താൽ അപ്പോൾ തന്നെ അള്ളാഹുവെ ഓർക്കുന്നവരാണ് അവർ. ഒരു തെറ്റ് വന്നാൽ ഉടനെ ഓർമ്മ ഉണ്ടാവും, പടച്ചോനെ എന്റെ റബ്ബ് പറഞ്ഞതിനെതിരാണല്ലോ ഇത്. ഇപ്പോ നമ്മൾ ചിലപ്പോ ഉദാഹരണം പറയുമ്പോ അതങ്ങനെ തന്നെ പറയണോ എന്ന് ചില ആളുകൾക്ക് തോന്നും. പക്ഷെ അതാവുമ്പോ കുറച്ചും കൂടി അവർക്ക് ഉപകാരപ്പെടും എന്നതുകൊണ്ട് പറയാം. ഇപ്പൊ സഹോദരിമാർ, മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട സഹോദരിമാർ, അവര് ഒരുപാട് ആളുകൾ നല്ല ഉഷാറായിട്ടാണ്, നല്ല വസ്ത്രത്തിലാണ് അവരൊക്കെ പുറത്തു പോകുന്നത്. പക്ഷെ ചില സഹോദരിമാരെങ്കിലും പുറത്തേക്ക് ഇറങ്ങുമ്പോ അവരുടെ തട്ടം തലയിൽ നിന്നുണ്ടാവൂല. അതിങ്ങനെ എപ്പോഴും ഇങ്ങനെ എടുത്ത് വലിച്ചിടുന്ന സ്വഭാവം. അവർക്കറിയാതെ അവിടെ നിൽക്കൂല, എന്നാലും വെറുതെ അതെങ്ങനെ എടുത്തിട്ടും കണ്ടു നടക്കും. ഒരു കാര്യമില്ല, വെറുതെ കാണിക്കുന്ന ഒരു കാര്യം മാത്രമാണ് അത്. ആ സമയത്ത് അവര് പുറത്തിറങ്ങുമ്പോ എന്റെ റബ്ബ് ഇങ്ങനെ അല്ലല്ലോ എന്നോട് ഇറങ്ങാൻ പറഞ്ഞിട്ടുള്ളൊരു ചിന്ത വന്നാൽ അവർ ഉടനെ വീട്ടിലേക്ക് മടങ്ങി അവരുടെ വസ്ത്രത്തെ ശരിയാക്കേണ്ടി വരും. അവർക്കാണ് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കണമെന്ന ആഗ്രഹം ഉണ്ടാവുക. നോക്കൂ, എത്ര കൃത്യമായിട്ടാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്.
ഇപ്പൊ നമുക്കൊക്കെ ചില ആളുകൾക്ക് തോന്നല നമ്മളെ ചുണ്ടിനൊന്നും ഈ ചോപ്പൊന്നും ഉണ്ടായ പോരായിരുന്നു, ഇത്രയൊന്നും പോരാ, കുറച്ചും കൂടിയൊക്കെ ഒരു കളറൊക്കെ ഉണ്ടെങ്കിൽ എന്തൊരു ചുറുക്കായിരിക്കും. അപ്പോഴാ ചില ആളുകൾ പറയുന്ന ഇന്ന ചായങ്ങളുണ്ട്, കളറുണ്ട്, അത് ചുണ്ടുമൊന്ന് കൊടുത്തു നോക്കാം. അപ്പൊ ഒന്ന് തേച്ചിട്ട് കണ്ണാടിന്റെ മുമ്പിൽ ഇങ്ങനെ പോയി നിന്നിട്ട് പറയാ ഇപ്പളാ ശരിയായത്. അപ്പൊ അള്ളാന്റെ സൃഷ്ടിപ്പിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്നാ പറയണത്. അള്ള തന്ന ഈ കളറ് പതിയായില്ല എന്നാ പറയണത്. പടച്ചോനെ, അള്ളാഹുവിനെ സൂക്ഷിക്കണം കേട്ടോ, പടച്ചതമ്പുരാനെ ഓർക്കണം. അങ്ങനെ ഓർക്കണം എന്നാണ് അള്ള പറയുന്നത്. ആ ഒരു തരത്തിൽ വല്ല നീചകൃത്യങ്ങളും തെറ്റുകളും മനുഷ്യമായി സംഭവിച്ചാൽ ഉടനെ അള്ളാഹുവിനെ ഓർമ്മ വരണം. എന്നിട്ട് ആ തെറ്റിൽ നിന്ന് മനുഷ്യൻ എന്ത് ചെയ്യണം? അതിൽ നിന്ന് മാറണം. അതാണ് അള്ളാഹു പറയുന്നത്, വല്ലദീന ഫഅലു വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ ഔ ളലമു അൻഫുസഹും. എന്തെങ്കിലും നീചകൃത്യവും ചെയ്യുകയോ തങ്ങളോട് തന്നെ എന്തെങ്കിലും അക്രമം ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, സ്വന്തം ശരീരത്തോട് കാണിക്കുന്ന വല്ല അക്രമവും മനുഷ്യൻ കാണിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അള്ളാഹുവിനെ ഓർക്കുന്നവരാണ് അവർ. അങ്ങനെ ഒരു തെറ്റ് വന്നാൽ ഉടനെ നമുക്ക് ഓർമ്മ വരണം, എന്റെ റബ്ബ് പറഞ്ഞതല്ലല്ലോ ഇത് തെറ്റാണല്ലോ, ഇതെനിക്ക് പ്രയാസം ഉണ്ടാക്കുമല്ലോ, എന്റെ റബ്ബിന്റെ മുമ്പിൽ എനിക്ക് നിൽക്കണമല്ലോ. ആ ഒരു ഓർമ്മ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ഓർമ്മ വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവർ അവർക്ക് വന്നു പോയിട്ടുള്ള ആ തെറ്റിനെ ഓർക്കുന്നവർ തങ്ങളുടെ പാപങ്ങൾക്ക് മാപ്പിരക്കും. അവർ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവേ ഇതിന്റെ അടുത്ത് പറ്റിപ്പോയി, അങ്ങനെ പാടുണ്ടായിരുന്നില്ല, ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല, ചെയ്തു പോയി, അല്ലാഹു എനിക്ക് നീ പുറത്തു തരയണമേ. അങ്ങനെയുള്ള പ്രാർത്ഥനകൾ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ഉണ്ടാവണം എന്നതാണ്. ഇതിന് ഏറ്റവും നല്ല ഒരു പാഠശാലയാണ് നമ്മുടെ ഈ റമദാൻ. കാരണം നമുക്ക് എല്ലാത്തിലും ഒരു ഓർമ്മയുണ്ടാവും അല്ലെ, എന്റെ നോമ്പിന് എന്തെങ്കിലും സംഭവിക്കുമോ? പഴയ കാലത്തൊക്കെ നിരന്തര ചോദ്യമായിരുന്നു, പഴുത്ത മാങ്ങ അതിങ്ങനെ മണത്ത് കഴിഞ്ഞാൽ നോമ്പ് മുറിയോ എന്ന് വരെ ചോദിച്ചിരുന്നു. സൂക്ഷ്മത കൊണ്ട് ചോദിക്കുകയാണ്. അങ്ങനെ ഉണ്ടായിരുന്നു. പൗഡർ ഇടാൻ പാടില്ല, അത്തർ ഉപയോഗിക്കാൻ പാടില്ല, നന്നായിട്ടൊന്ന് പേസ്റ്റ് വെച്ച് വായി ബ്രഷ് ചെയ്യാൻ പാടില്ല, അതൊക്കെ ഉണ്ടായിരുന്നു ആ കാലത്ത്. അന്ന് അതൊക്കെ വിലക്കായിരുന്നു. കാരണം അറിയില്ല, ഉമ്മത്തിന് കൗമിന് പറഞ്ഞു കൊടുക്കേണ്ടവർക്കും അറിയില്ല, ചോദിക്കുന്ന ആളുകൾക്കും അറിയില്ല. അതുകൊണ്ട് അതൊക്കെ വിലക്കായിട്ട് ഒരു വല്ലാത്ത എടങ്ങറ് പിടിച്ചൊരു നോമ്പ് കാലം ഉണ്ടായിരുന്നു. എന്നാലോ നടക്കുന്നിടത്തൊക്കെ നമ്മളിങ്ങനെ തുപ്പിങ്കോട് നടന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു നോമ്പിന്. അതൊക്കെ മാറി അല്ലേ, നല്ലൊരു ഇസ്സത്തുള്ള നോമ്പുകാരായി നമ്മള്. ഒരു പണ്ഡിതനോട് ഒരാൾ ചോദിച്ചു, നല്ല പഴുത്ത മാങ്ങയൊന്നിങ്ങനെ മണക്കുന്നോണ്ട് കുഴപ്പമില്ല, കടിക്കണ്ടെന്ന് പറഞ്ഞു. നോമ്പാണ്, കടിക്കണ്ടെന്ന് പറഞ്ഞു. അത് ശരിയാണ്, അതിൽ വേറെ കുറെ അർത്ഥങ്ങളുണ്ട്. സഹധർമ്മിണിയെ നോമ്പ് സമയത്ത് ചുംബിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ചുംബിക്കാം, പക്ഷെ യുവാവാണെങ്കിൽ നോമ്പ് അറിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞു. അവിടെയൊക്കെ സൂക്ഷ്മതയുണ്ട്, അതിലൊരുപാട് അർത്ഥങ്ങളുണ്ട്. അവർക്ക് അതിലെ കാര്യങ്ങൾ ബോധ്യപ്പെടും. അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അവിടെയൊന്നും വേറെ എന്തെങ്കിലും തരത്തില്ല, ആ ചോദ്യം ശരിയായില്ല എന്ന് പറയണ്ട, ചോദിക്കുന്ന ആൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടണം. അങ്ങനെ സൂക്ഷ്മതയുള്ള ആ ആളുകൾക്ക് ഈ തരത്തിൽ എന്തെങ്കിലും പാപങ്ങൾ, തെറ്റുകൾ മനുഷ്യ സഹജമായി വന്നുപോയാൽ ഉടനെ അള്ളാഹുവിൽ ഓർമ്മ വരണം. അങ്ങനെ ഓർമ്മ ഉണ്ടായ എന്താണെന്നറിയോ? നമ്മൾ അള്ളാഹുവിനെ ഓർത്തു കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ ഓർത്തുകൊണ്ടിരിക്കും. അതൊരു വലിയ ക്വാളിറ്റിയാണ്. ഫദ്കുറൂനി അദ്കുറുക്കും. നിങ്ങൾ എന്നെ ഓർക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കും. വഷ്കുറൂലി വലാ തക്ഫുറൂൻ. നിങ്ങൾ അള്ളാഹുവിന് നന്ദി കാണിക്കുക, നന്ദികേട് നിങ്ങൾ കാണിക്കരുത്, ധിക്കാരം കാണിക്കരുത്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും ശരിയാക്കാൻ പറ്റുന്ന, അതിന് കുറച്ചുകൂടി നമുക്കൊരു ആത്മീയത ലഭിക്കുന്ന, നോമ്പ് കഴിഞ്ഞാലും അടുത്ത നോമ്പ് വരെ നമ്മുടെ ആ ഈമാനികമായിട്ടുള്ള ആ ഒരു സുഖം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന അതിന്റെ പാഠശാലയിലെ റമദാനിലെ അവസാനത്തെ ദിവസങ്ങളിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് ഈ ആയത്തുകൾ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ കൂടുതൽ നമ്മൾക്ക് ആത്മീയത ലഭിക്കും. അത് മനസ്സിലാക്കിക്കൊണ്ട് ഓതുക. ഈ കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടണം. അല്ലാഹു പറയാണ്, ഫസ്തഗ്ഫിറൂ ലിദുനൂബിഹിം. അടുത്തിനി അതിന്റെ ബാക്കി പറയാൻ പോകുന്നത്, വമയ്യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്. മനുഷ്യരെ, നിങ്ങൾക്ക് സംഭവിച്ചു പോകുന്ന തെറ്റിന് അത് പരിഹരിക്കാൻ, അത് പുറത്തു തരാൻ അല്ലാഹു അല്ലാതെ മറ്റാരാണുള്ളത്? എന്തൊരാശ്വാസത്തിന്റെ ചോദ്യമാണ് അതല്ലേ. അല്ലാഹു ഉണ്ടല്ലോ നിങ്ങൾക്ക്. ആ റബ്ബിനോട് പറഞ്ഞവൻ പുറത്തു വരുമല്ലോ, അവനല്ലാതെ ആരാ ഉള്ളത്?
ആ ചോദ്യമാണ് മുസ്ലിം ഉമ്മത്ത് ഇന്ന് മറുപടി കൊടുക്കേണ്ടെന്ന. പ്രത്യേകിച്ച് ഇന്ന് മറുപടി ഞാൻ അങ്ങനെ ആലോചിക്കും, ഈ ആയത്തുകൾ മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ സ്വഹാബിമാരോട് റസൂലുള്ളത് ഓതി കൊടുക്കുമ്പോ അവർ ഒരിക്കലും അള്ളാഹു അല്ലാത്തവരോട് മുസ്ലിം ആയതിനു ശേഷം അവർ പാപമോചനത്തിനോ എന്തെങ്കിലും ആവശ്യത്തിനോ അവർ തേടിയിട്ടില്ല. മുസ്ലിം ആകുന്നതിന് മുമ്പ് അവർ പല ശക്തികളിലും വ്യക്തികളിലും അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നവരാ. പക്ഷെ റസൂലുള്ളാഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചു കൊടുത്ത് മുസ്ലിം ആയതിനു ശേഷം അവരൊരിക്കലും അള്ളാഹു അല്ലാത്തവരോട് ഒരു തരത്തിലുള്ള തെറ്റവും നടത്തിയിട്ടില്ല. അവിടെ നിന്ന് കണ്ട് നോക്കുകയാണെങ്കിൽ 14 നൂറ്റാണ്ട് കഴിഞ്ഞ് ആ റസൂലുള്ളയും റസൂലുള്ളയുടെ അനുയായികളും ഏതൊരു തരത്തിൽ വിശ്വസിച്ചോ അതേപോലെ വിശ്വസിക്കേണ്ട ആളുകളാണ് നമ്മൾ. എന്നാൽ നമ്മളിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഇന്ന് പല പാടങ്ങളിലും നിറയും ആയിരക്കണക്കിന് ആളുകൾ പാടത്ത് വന്നിരിക്കും. ശരിക്കും ഈ ദിവസങ്ങൾ കഴിയുമെങ്കിൽ പള്ളിയിൽ കൂടുതൽ ഇരിക്കേണ്ടുന്ന സമയമാണ്. ഇഅ്തികാഫിന് ഏറ്റവും ശക്തമായി പ്രാർത്ഥനക്ക് പറ്റുന്ന പള്ളിയിൽ തന്നെ ഇരിക്കേണ്ട, അത് പള്ളിയിൽ നിന്ന് ഇറങ്ങി പാടത്തേക്ക് പോകുന്നു. പാടം നിറയുന്ന ഭാഗം. എന്നിട്ടോ അവിടുത്തെ പ്രധാന പരിപാടി എന്താ? തങ്ങളെ ഈ വന്നിരിക്കുന്നവരൊക്കെ നിങ്ങൾ കാണുന്നില്ലേ, പരിഹാരം വേണം തങ്ങളെ. നബിനോടാ നേരിട്ട് ചോദിക്കുന്നത്. നബിനോട് ചോദിക്കുകയാണ്, ഞങ്ങൾ ഒരുപാട് പാപങ്ങൾ ചെയ്തു, പാപികളാണ് തങ്ങളെ, പാപം ഞങ്ങൾക്ക് പുറത്തു കിട്ടണം. ആലോചിച്ച് നോക്കി, റസൂലുള്ള തന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ജനതയോട് പറഞ്ഞു, നിങ്ങൾക്ക് പാപം പൊറുക്കണമെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കണം. അള്ളാഹു അല്ലാതെ നിങ്ങളെ പാപം പൊറുക്കാൻ ആരാ ഉള്ളതെന്ന് ചോദിച്ച നബിനോട് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളോടൊപ്പം ഉണ്ടാകേണ്ടുന്ന മുസ്ലിങ്ങളായ ആളുകൾ അവർ റസൂലുള്ളയോട് ചോദിക്കുന്നു, റസൂലുള്ളാഹിനോട് പരിഹാരം വേണമെന്ന് പറയുന്നു, തേടുന്നു, പാടുന്നു. എന്നാൽ പെരുന്നാളായാൽ നല്ല മൈതാനം, അവിടേക്ക് ഇറങ്ങണമെന്നാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. പെരുന്നാളിന് ഈ പാടത്തിരുന്നവരൊക്കെ പള്ളിക്ക് ഉണ്ട് കയറും, എന്നിട്ട് പള്ളിയിൽ നമസ്കരിക്കും. സുന്നത്തിന് നേരെ വിരുദ്ധം, ദീനിനു നേരെ വിരുദ്ധം. ഇങ്ങനെ ഒരു സംഘം നമ്മളോടൊപ്പം ഉണ്ട് എന്നത് സത്യമാണ്. അവര് രക്ഷപ്പെടണം, അവരിലേക്ക് ഈ ദൗത്യം, ഈ സത്യം എത്തണം. അത്ര പെട്ടെന്നും കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല, ശക്തമായ പ്രതിരോധങ്ങൾ ഉണ്ടാവും, തല കൊടഞ്ഞു പോകും, കേൾക്കേണ്ടതില്ല എന്ന് പറയും. എന്നാലും നമ്മൾ അവരെ സ്നേഹത്തോടുകൂടി, വാത്സല്യത്തോടുകൂടി, നസീഹത്തോടുകൂടി പിന്തുടരണം. എന്നിട്ട് അവരോട് പറയണം, കൂട്ടരെ ഈ സത്യങ്ങൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഖുർആനിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം. അള്ളാഹുവിന്റെ റസൂൽ ഏതൊരു ദീനാണോ പഠിപ്പിച്ചത് എന്ന് ബോധ്യപ്പെടണം. ആ ബോധ്യപ്പെടുമ്പോഴാണ് ഈ കാര്യം നമ്മൾക്ക് ബോധ്യപ്പെടുക. അള്ളാഹ് പറയാ, അള്ളാഹു അല്ലാതെ നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരാൻ ആരാണ് നിങ്ങൾക്കുള്ളത്? ആരെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യത്തോടു കൂടിയാണ് പറയുന്നത്. എന്നിട്ട് അള്ളാഹു പറയാണ്, നിങ്ങൾ ഈ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. അവരൊരിക്കലും തങ്ങൾ ചെയ്തു പോയ തെറ്റുകളിൽ ബോധപൂർവം ഉറച്ചു നിൽക്കുകയില്ല. ഒരു തെറ്റ് സംഭവിച്ചാൽ അത് പറ്റില്ലോ എന്ന് വിചാരിച്ചു കണ്ട് ഇനിയിപ്പോ അങ്ങനെ ഒക്കട്ടെ എന്ന് പറയില്ല. ഉടനെ തന്നെ അതിന് പരിഹാരം ഉണ്ടാവും. ആ തെറ്റ് പരിഹരിക്കപ്പെടേണ്ടതാണ്. അത് ആളുകളോടായാലും വ്യക്തികളോടായാലും മറ്റുള്ളവരോടായാലും പരിഹരിക്കണം. അത് നിർത്തിക്കൊണ്ട് പോകരുത്. അവർക്കാണ് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള ആകാശഭൂമികളെക്കാൾ വിശാലമായ ആ സ്വർഗീയ ലോകമുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഉലൈക ജസാഉഹും മഗ്ഫിറത്തുൻ മിർ റബ്ബിഹിം വജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ വനിഅമ അജ്റുൽ ആമിലീൻ. അവർക്കുള്ള പ്രതിഫലം തങ്ങളുടെ നാഥനിൽ നിന്നുള്ള പാപമോചനവും താഴ്ഭാഗത്തോട് അരുവികൾ ഒഴുകുന്ന സ്വർഗീയാരാമങ്ങളുമാണ്. അവരതിൽ സ്ഥിരവാസികളായിരിക്കും. സൽക്കർമ്മികൾക്കുള്ള പ്രതിഫലം എത്ര മഹത്വരമാണ്. ആ സ്വർഗം, അതാണ് നമുക്ക് ലഭിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിൽ നിന്നുണ്ടാകുന്ന എന്തു പ്രശ്നങ്ങളും റബ്ബിന്റെ മുമ്പിൽ പറഞ്ഞു അവസാനിപ്പിക്കണം. പിന്നീട് ആ പ്രശ്നങ്ങളിലേക്ക് പോകരുത്, പിന്നീട് ആ തെറ്റുകൾ ഉണ്ടാവരുത്. അങ്ങനെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ആ റബ്ബിന്റെ തീരുമാനങ്ങൾ അറിഞ്ഞുകൊണ്ട് അവനിലേക്ക് നമ്മൾ എത്ര മടങ്ങുന്നോ അത്രയും അള്ളാഹുവിന്റെ രക്ഷയും അള്ളാഹുവിന്റെ കാരുണ്യവും നമ്മളിലേക്ക് എളുപ്പമാകും. ആ ഒരു തരത്തിൽ കുടുംബനാഥന്മാർ, ഉപ്പയും ഉമ്മയും മക്കളും ആ സൽക്കർമ്മികളായി ജീവിക്കുമ്പോ നമ്മുടെ കുടുംബത്തിൽ സമാധാനമുണ്ടാവും. നമ്മുടെ മക്കളിൽ നിന്ന് പ്രയാസങ്ങൾ ഉണ്ടാവൂല.
ആ മക്കളിലേക്കുള്ള കാവലിന് വേണ്ടി അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കുക. ഒരുപാട് മേഖലകളിൽ വളരെ പ്രതിസന്ധികൾ നിറഞ്ഞു നിൽക്കുക. നോക്കൂ, ഫലസ്തീനിലെ മക്കൾക്ക് എന്തൊരു ആത്മധൈര്യമാണ്, വല്ലാത്തൊരു ജനതയാണത്. അവരെ ഇങ്ങനെ ഇത്രയും പ്രയാസപ്പെടുത്തിയിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുട്ടികളെയാണ് കൊല്ലുന്നത്. ഇങ്ങനെ മനുഷ്യരുണ്ടാവുമോ ഈ ആധുനിക ലോകത്ത്? കാടന്മാരല്ലല്ലോ, ഒന്നും അറിയാത്തവരല്ലല്ലോ. ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും വലിയ വിദ്യകൾ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നവരാ ഇസ്രായേലികൾ. നമ്മളിന്ന് ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക വിദ്യകളുടെയും തല ഇസ്രായേലിലാണ് കിടക്കുന്നത്. നമ്മുടെ സ്മാർട്ട് ഫോണുകൾ, അതുപോലെ തന്നെ ആ ഫോണിൽ നിന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മുഴുവൻ ഓൺലൈൻ പ്രോഗ്രാമുകളുടെയും ഒക്കെ ഒരു തല, അതിന്റെ ബുദ്ധി കേന്ദ്രം ഇസ്രായേലാണ്. ബുദ്ധി ഇല്ലാത്തതുകൊണ്ടല്ല അല്ലേ? ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് ചെറിയ കുട്ടികളെ കൊല്ലുക. എന്തൊരു ദുരന്തമാണിത് ഈ കാലഘട്ടത്തിൽ. എന്നിട്ടോ ആ മക്കൾക്ക് അതിൽ നിന്ന് വല്ല വിഷമമുണ്ടോ? ആ കുട്ടികൾക്ക് ആ ദുരന്ത ഭൂമിയിൽ മണ്ണിനടിയിൽ കിടക്കുന്ന മക്കൾ പോലും അള്ളാഹു ആ റബ്ബിലേക്ക് തവക്കുലാക്കിക്കൊണ്ട് അവരുടെ വർത്തമാനങ്ങൾ وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِنَ الْأَمْوَالِ وَالْأَنْفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ. ഇതൊക്കെ റബ്ബിന്റെ അടുത്ത് ഞങ്ങൾക്ക് ഉണ്ടാവും. ഞങ്ങൾ ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത എന്നാ ഞങ്ങളെ റബ്ബ് പറഞ്ഞിട്ടുള്ളത്. അതാണ് ഈമാൻ. അല്ലാഹു സുബ്ഹാനഹു തആല ആ ദുരന്ത ഭൂമിയിൽ കഴിയുന്ന നമ്മുടെ സഹോദരന്മാർക്ക്, സഹോദരിമാർക്ക് എളുപ്പത്തിൽ ശമനം ലഭിക്കുമാറാവട്ടെ. അവരെ പ്രയാസപ്പെടുത്തുന്ന ആ ക്രൂര വിരോധികൾക്ക് അല്ലാഹു അർഹമായ ശിക്ഷ നൽകി, അവർക്ക് തക്കീതുകൾ നൽകി, അവരെ പിന്മാറാൻ അവർക്ക് കാരണമാകുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ സഹോദരങ്ങൾ വളരെ പ്രയാസമാണ്. പരിശുദ്ധ റമദാനിന്റെ അവസാനത്തെ സുദിനങ്ങളിൽ പോലും സമാധാനത്തോടുകൂടി ശാന്തമായി നിന്നിലേക്ക് പ്രാർത്ഥനകളുമായിട്ടിരിക്കേണ്ടുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ ഓടുകയാണ് അവരുടെ വീടുകളിൽ നിന്ന്, അവർ കിടപ്പാടങ്ങളിൽ നിന്ന്. അവർക്ക് സമാധാനത്തിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഭക്ഷണമില്ല, വസ്ത്രങ്ങളില്ല, ഒരുപാട് ദുരന്തങ്ങളാണ്. അല്ലാഹുവേ, നിന്റെ സഹായമല്ലാത്ത ഒരു സഹായം അവർക്ക് ലഭിക്കാനില്ലല്ലോ. അവരെ നീ സഹായിക്കണേ അല്ലാ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فاتقوا الله عباد الله. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഫിത്ർ സക്കാത്തിന്റെ കാര്യം എല്ലാവർക്കും അറിയാത്തൊരു സംഗതിയല്ല, എന്നാലും ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതിനു വേണ്ടിയിട്ട് ഒരുക്കങ്ങൾ നടത്തേണ്ടുന്ന സമയമാണ്. എല്ലാ ആളുകളും അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാവർക്കും നിർബന്ധമായിട്ടുള്ള ഒരു സക്കാത്താണ്. അവനവന്റെ വീട്ടിൽ ആ പെരുന്നാൾ ദിവസം ഭക്ഷണം കഴിക്കുവാനുള്ള അത് മാറ്റിവെച്ചാൽ, ഇന്ന് അങ്ങനത്തെ ഒരു കണക്ക് പറയേണ്ടുന്ന ഒരു സാഹചര്യം ഇല്ല എന്നാണ് തോന്നുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യം, ബുദ്ധിമുട്ട് ആർക്കും ഇല്ല. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും ആ ഫിത്ർ സക്കാത്തിൽ അതിന്റെ വിഹിതം അവർ നൽകണം. അത് നൽകുമ്പോൾ പടച്ച തമ്പുരാനോട് നമ്മൾ പറയണം, അല്ലാഹുവേ, എൻ്റെ നോമ്പിൽ വന്നു പോയിട്ടുള്ള പ്രയാസങ്ങൾ, അതിലെ പോരായ്മകളൊക്കെ നീ പരിഹരിക്കണേ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ട്, ആ നെയ്യത്തോട് കൂടിയിട്ട് ആ പൈസ, ആ സംഖ്യ, അല്ലെങ്കിൽ അതിനു വേണ്ടുന്ന കാര്യങ്ങൾ കൊടുക്കണം. എന്ത് നമ്മൾ കൊടുക്കുമ്പോഴും അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം, അല്ലാഹുവേ നീ സ്വീകരിക്കണം, അല്ലാഹുവേ ഇതിന്റെ പരിഹാരമായി നീ നൽകാമെന്ന് പറഞ്ഞു നൽകണമേ. അങ്ങനെ എല്ലാം റബ്ബിനോട് ചോദിക്കണം. നിയ്യത്തോട് കൂടിയിട്ടാണ് കാര്യങ്ങളൊക്കെ നിർവഹിക്കേണ്ടത്. ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇഅ്തികാഫിന് കുറച്ച് നേരത്തെ അസറിനൊക്കെ വരുന്ന ആളുകൾക്ക് കുറച്ച് സമയമൊക്കെ ഇരിക്കാൻ പറ്റുന്നെങ്കിൽ ഇരിക്കാം. അത്യാവശ്യം നമ്മുടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ അവർക്കത് ചെയ്യാം, പുറത്തു പോകാം, അവരുടെ പ്രവർത്തികൾ ചെയ്യാം. അതിനൊന്നും പ്രശ്നങ്ങളില്ല. നമ്മുടെ എല്ലാ ആളുകൾക്കും വേണ്ടി, രോഗികളായ ആളുകൾ, നമ്മൾ പരസ്പരം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ കാര്യങ്ങൾ പറയുന്നതോടൊപ്പം രോഗികളായി കിടക്കുന്ന ആളുകൾക്ക്, പ്രയാസം അനുഭവിക്കുന്ന രാജ്യങ്ങളിലെ നമ്മുടെ സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക് എല്ലാം നമ്മൾ പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥനക്ക് നമുക്ക് അല്ലാഹു ഒരു പ്രതിഫലം നൽകും. നമ്മുടെ പ്രാർത്ഥന, നമ്മൾ നമ്മുടെ അടുത്തില്ലാത്ത ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മലക്കുകൾ നമുക്ക് വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന ഒന്ന് അതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ
അള്ളാഹുവിനോട് നമുക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുന്നു. ഇതൊന്നും നഷ്ടമുള്ള കാര്യമല്ല, എല്ലാം നമുക്ക് ലാഭമാണ്. എല്ലാത്തിലും അള്ളാഹുവിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കും. നാളെ മഹ്ശറിൽ നമ്മുടെ പ്രവർത്തനങ്ങളുടെ ആ രേഖ നമുക്ക് കിട്ടുമ്പോൾ അതൊരു വല്ലാത്ത ആശ്ചര്യമായിരിക്കും എന്ന് അള്ളാഹ് പറഞ്ഞത് വെറുതെ അല്ല. ഒന്നും അള്ളാഹു വിട്ടുകളഞ്ഞിട്ടില്ല, ഒന്നും മറക്കുകയില്ല, ഒന്നും നഷ്ടപ്പെടുകയില്ല, എല്ലാം കൃത്യമായിട്ട് രേഖപ്പെടും. അതുകൊണ്ട് എല്ലാ സമയത്തും ആ ഒരു ആത്മീയമായ ബോധ്യം നമ്മുടെ ഹൃദയത്തിന് നൽകിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക. അതിനിടയിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളെ കുറിച്ചും അറിയാത്തവനല്ല അള്ളാഹു. ആ റബ്ബിനോട് നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ പറയാം. നമ്മുടെ രാജ്യത്തിന്റെ സമാധാനം, മുസ്ലിങ്ങൾക്കെതിരെ ശക്തമായി ഒരു നിയമ നിലപാട് കൊണ്ടുവരാനാണ് വഖഫിന്റെ പേരിൽ ആ ബില്ല് പാസ്സാക്കാൻ വേണ്ടിയിട്ടും അതിന്റെ പിന്നാലെ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ബീഹാറിൽ നിതീഷ് കുമാർ വിളിച്ച ഇഫ്താർ മീറ്റിന് അവിടുത്തെ മുസ്ലിം സംഘടനകൾ ആരും പോയില്ല. അവർ പറഞ്ഞു ഞങ്ങൾ വരൂല എന്നാണ്. അഭിമാനം തോന്നുക. സാധാരണ നമുക്കൊരു പ്രശ്നം ഉള്ളത് എന്താണെന്നറിയോ? കേരളത്തിനപ്പുറത്തുള്ള പല രാഷ്ട്രങ്ങളിലെയും നമ്മുടെ രാജ്യങ്ങളിലെയും ഒക്കെ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടത്ര ഒരു കരുത്ത് കിട്ടാറില്ല. ഇതവര് പറഞ്ഞു, ഞങ്ങളുടെ വഖഫിന്റെ പേരിൽ കൊണ്ടുവന്ന ഒരു നിയമത്തിനെതിരെ നിങ്ങൾ ശബ്ദിക്കാതെ അതിനനുകൂലമായി നിന്നതുകൊണ്ട് നിങ്ങളുടെ ഇഫ്താർ ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. അതൊരു അഭിമാനമുള്ള വർത്താനം. അങ്ങനെ ആത്മാഭിമാനമുള്ള ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് പറയാൻ ആർജവം കാണിക്കുന്ന ഒരു ഉമ്മത്തുണ്ടായാൽ നമുക്ക് ഇസ്സത്ത് ലഭിക്കും. ആ ഇസ്സത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് നമ്മുടെ ഉത്തരേന്ത്യകളിലുള്ള, യു പിയിലുള്ള, ബീഹാറിലുള്ള, ആസാമിലുള്ള അവിടുത്തെ ഒക്കെ സഹോദരങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളുണ്ട്. അതിലൊക്കെയും അല്ലാഹുവേ നീ അവർക്ക് നല്ല വിദ്യാഭ്യാസം അവർക്ക് ലഭിച്ചാൽ തന്നെ അവരൊരുപാട് കരകയറും. അതിനൊക്കെ വേണ്ടി നമുക്ക് കഴിയുന്ന സഹായങ്ങൾ ചെയ്യാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അള്ളാഹു മുസ്ലിം ഉമ്മത്തിനെ ഇസ്സത്തോടുകൂടി നിലനിർത്തുമാറാവട്ടെ. അതിനെതിരെ പ്രവർത്തിക്കുന്ന സർവ്വകുതന്ത്രകാരികളെയും അല്ലാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. എല്ലാ അഹങ്കാരികൾക്കും അവരുടെ ആഖിബത്ത്, അവരുടെ പര്യവസാനം വളരെ മോശമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും വലിയ അഹങ്കാരിയായ ഫിറൗന് പോലും വളരെ നിസ്സാരമായിട്ടാണ് അവൻ അവസാനിക്കേണ്ടി വന്നിട്ടുള്ളത്. അവനേക്കാൾ വലിയൊരു അഹങ്കാരി ഇനി ഭൂമി ലോകത്ത് വരാനില്ല. അതുകൊണ്ട് അഹങ്കാരം നടിക്കുന്നവനെ കാണുമ്പോൾ നമ്മൾ ഭയപ്പെടേണ്ടതില്ല, ബേജാറാവേണ്ടതില്ല. നമുക്ക് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാഹുവേ, മുസ്ലിം ഉമ്മത്തിന് നീ ഇസ്സത്ത് നൽകണമേ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ربنا لا تجعلنا فتنة للقوم الظالمين ونجنا برحمتك من القوم الكافرين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين.